പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, ഒരു LD പരീക്ഷ ഇടയ്ക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മുടെ LD ക്ലർക്ക് തമിഴ് നോയിങ് എന്ന് പറയുന്ന ഒരു പരീക്ഷയായിരുന്നു. അപ്പോൾ ക്വസ്റ്റ്യന്റെ പാറ്റേൺ മനസ്സിലാക്കാതെ പലരും അപ്ലൈ ചെയ്തിട്ട് പരീക്ഷ എഴുതിയപ്പോഴത്തേക്കും ആദ്യത്തെ 40 ചോദ്യം തമിഴിലായിരുന്നു. അപ്പോൾ അത് കണ്ട് പലരുടെയും കിളിപാറിയ ഒരു ചോദ്യമായിരുന്നു ഈ പറയുന്ന LD തമിഴ് നോയിങ്. അപ്പൊ നമുക്ക് എന്തായാലും ഈ 40 ചോദ്യങ്ങൾക്ക് ശേഷമുള്ള 41ാമത്തെ ചോദ്യം മുതൽ ബാക്കിയുള്ളതെല്ലാം മലയാളത്തിലാണ്. അപ്പൊ എന്തായാലും നമുക്ക് ബാക്കിയുള്ള ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇനി വരാൻ പോകുന്ന 10th ലെവൽ പ്രിലിംസ് ഒക്കെ എഴുതുന്നവര് തീർച്ചയായിട്ടും ഈ ഒരു ചോദ്യം എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം അല്ലെങ്കിൽ 41ാമത്തെ ചോദ്യം ഇതാണ്: ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നീ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗം ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണത്? ഉത്തരം കിട്ടിയോ? ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം അല്ലെ. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. മെഡുല ഒബ്ലാങ്കറ്റ ആണ് കേട്ടോ, മെഡുല ഒബ്ലാങ്കറ്റ. അടുത്ത ചോദ്യം: ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് രോഗം അല്ലാത്തത് ഏതാണ്? വൈറസ് രോഗം അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വൈറസ് രോഗം അല്ലാത്തത് ഏതാണ്? കിട്ടിയല്ലോ. ഏതാണ് വൈറസ് രോഗം അല്ലാത്തത്? ഡിഫ്തീരിയ ആണ് കേട്ടോ. ഡിഫ്തീരിയ ആണ് ഈ പറയുന്നവയിൽ വൈറസ് രോഗം അല്ലാത്തത്. ഏതാണ്? ഡിഫ്തീരിയ ആണ്, ഡിഫ്തീരിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: മനുഷ്യ ശരീരത്തിലെ യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ താഴെ പറയുന്നവയിൽ ഏതാണ്? മനുഷ്യ ശരീരത്തിലെ യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം വരുന്നത്. ഏതാണ്? തൈമോസിൻ ആണ്. തൈമോസിൻ ആണ് യുവത്വ ഹോർമോൺ. പോളിയോ എന്ന രോഗം വരാതിരിക്കാൻ നൽകുന്ന വാക്സിൻ ഇവയിൽ ഏതാണ്? പോളിയോ എന്ന് പറയുന്ന രോഗം വരാതിരിക്കാൻ താഴെ പറയുന്നവയിൽ ഏത് വാക്സിൻ ആണ് കൊടുക്കുന്നത് എന്നാണ് 44ാമത്തെ ചോദ്യം. ഏതാണ് ശരി ഉത്തരം? 44. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം അല്ലെ. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഏതാണ്? OPV വാക്സിൻ ആണ് കൊടുക്കുന്നത്. പോളിയോ വരാതിരിക്കാൻ OPV വാക്സിൻ ആണ്. അടുത്ത ചോദ്യം: 10 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിന്റെ ഭൂകേന്ദ്രത്തിലെ ഭാരം എത്രയാണ്? 10 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിന്റെ ഭൂകേന്ദ്രത്തിന്റെ ഭാരം എത്രയാണെന്നാണ് ചോദ്യം. ഉത്തരം കിട്ടിയല്ലോ. ഏതാ വരിക? 45. ഓപ്ഷൻ സി ആണ്. 0 ആണ്. 0 ആണേ. ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളിൽ പ്രയോജനപ്പെടുത്തുന്ന പ്രകാശ പ്രതിഭാസം ഏതാണ്? ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളിൽ പ്രയോജനപ്പെടുത്തുന്ന പ്രകാശ പ്രതിഭാസം ഏതാണ്? ഏതാണ്? പൂർണ്ണാന്തര പ്രതിപതനമാണ് അല്ലെ. പൂർണ്ണാന്തര പ്രതിപതനമാണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം: ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈഡ്രോളിക് ജാക്ക് പ്രവർത്തിക്കുന്നത്? ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈഡ്രോളിക് ജാക്ക് പ്രവർത്തിക്കുന്നത് എന്നാണ് 47ാമത്തെ ചോദ്യം. ഉത്തരം ഏതാ വരിക? ഓപ്ഷൻ ഡി ആണ്. പാസ്കൽ നിയമമാണ്. പാസ്കൽ നിയമം. സ്വർണം ലയിക്കുന്ന എന്തിലാണ്? അക്വാറീജിയയിലാണ് അല്ലെ. ഈ അക്വാറീജിയ എന്ന് പറയുന്നത് എന്തിന്റെയൊക്കെ മിക്സ് ആണ് എന്നാണ് 48ാമത്തെ ചോദ്യം. എന്തിന്റെയൊക്കെയാണ്? നൈട്രിക് ആസിഡിന്റെയും ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെയും മിക്സിനെയാണ് നമ്മൾ അക്വാറീജിയ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ. അടുത്ത ചോദ്യം: ഏറ്റവും ഇലക്ട്രോൺ നെഗറ്റീവ് ആയിട്ടുള്ള മൂലകം ഏതാണ്? ഏറ്റവും ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള മൂലകം ഏതാണ്? 49ാമത്തെ ചോദ്യം. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഫ്ലൂറിൻ ആണ് കേട്ടോ. ഫ്ലൂറിൻ ആണ് ഏറ്റവും ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള മൂലകം. ഏതാണ്? ഫ്ലൂറിൻ ആണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇതുവരെ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കാനും കൂടി എന്ത് ചെയ്യരുത്, മറക്കരുത് കേട്ടോ. അപ്പൊ നമ്മുടെ 50ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. താഴെ പറയുന്നവയില് ഇരുമ്പിന്റെ അയിര് അല്ലാത്തത് ഏത്? ഇരുമ്പിന്റെ അയിര് അല്ലാത്തത് ഏത്? ഈ പറയുന്നവയിൽ നമ്മുടെ ഹേമറ്റൈറ്റ്, മാഗ്നൈറ്റ്, അതുപോലെ തന്നെ നമ്മുടെ സിഡറൈറ്റ് ഒക്കെ എന്താണ്? ഇരുമ്പിന്റെ അയിരാണ്. പക്ഷെ ബോക്സൈറ്റ് ആണ് ഇതിൽ ഇരുമ്പിന്റെ അയിര് അല്ലാത്തത്. അപ്പൊ 50ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് 50ാമത്തെ ചോദ്യം. അടുത്ത ചോദ്യം 51ാമത്തെ ചോദ്യം: തിരുവിതാംകൂർ മുസ്ലിം മഹാസഭയുടെ സ്ഥാപകൻ ആരാണ്? തിരുവിതാംകൂർ മുസ്ലിം മഹാസഭയുടെ സ്ഥാപകൻ ആരാണ്? ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് തിരുവിതാംകൂർ മുസ്ലിം മഹാസഭയുടെ സ്ഥാപകൻ. ഭാഷ അല്ലെങ്കിൽ മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ പുസ്തകം ഏതാണ്? മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ പുസ്തകം ഏതാണ്? കിട്ടിയോ? 52. സംക്ഷേപ വേദാർത്ഥമാണ് അല്ലെ. സംക്ഷേപ വേദാർത്ഥം. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണന കണ്ടെത്തി എഴുതുക. അപ്പൊ കറക്റ്റ് എന്ത് ചെയ്യുക, ടൈം ലൈൻ നോക്കി എഴുതാനാണ് 53ാമത്തെ ചോദ്യം വരുന്നത്. ഏത് രീതിയിലാണ് എഴുതുക? ഇതിൽ ആദ്യം വരുന്ന ഏതാണ്? ആദ്യം വരുന്നത് വേലുത്തമ്പിയുടെ കലാപം ആദ്യം വരും. അതിനുശേഷം ഏത് വരും? കുറിച്യ കലാപം രണ്ടാമത് വരും. അതിനുശേഷം ഏത് വരും? ചാന്നാർ കലാപം മൂന്നാമത് വരും. അവസാനം വരുന്നത് മലബാർ കലാപം. ഇത് ഓൾറെഡി നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചതാണ് കേട്ടോ. അപ്പൊ ഈ ഒരു രീതിയിലാണ് ഉത്തരം വരേണ്ടത്. 2, 1, 4, 3 എന്ന് ഉത്തരം വരും. ഓപ്ഷൻ എ ഇസ് ദി കറക്റ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. 53 ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: കേരളത്തിലെ ആദ്യത്തെ സ്വദേശീയ പ്രിന്റിംഗ് പ്രസ് ആയിട്ടുള്ള സെന്റ് ജോസഫ് പ്രിന്റിംഗ് പ്രസിന്റെ സ്ഥാപകൻ ആരെന്നാണ് ചോദ്യം. എന്താണ്? കേരളത്തിലെ ആദ്യത്തെ സ്വദേശീയ പ്രിന്റിംഗ് പ്രസ് ആയിട്ടുള്ള
സെന്റ് ജോസഫ് പ്രിന്റിംഗ് പ്രസിന്റെ സ്ഥാപകൻ ആരാണ്? സെന്റ് ജോസഫ് പ്രിന്റിംഗ് പ്രസിന്റെ സ്ഥാപകൻ ആരാണ്? മാർ കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. മാർ കുര്യാക്കോസ് ഏലിയാസ് ചാവറ. ഓപ്ഷൻ ഡി ഈസ് ദി കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം നമുക്ക് എല്ലാവർക്കും അറിയാം. വരിക വരിക സഹചരെ വലിയ സഹന സമരമായി കരളുറച്ച് കൈകൾ കോർത്ത് കാൽനടക്കി പോകുന്ന ദേശീയ ബോധം ഉണർത്തുന്ന ഈ വരികൾ രചിച്ചത് ആര് എന്നാണ് ചോദ്യം. വരിക വരിക സഹചരെ, ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഉത്തരം കിട്ടും. ആരുടെയാണ്? ഓപ്ഷൻ ബി ആണ്, അംശി നാരായണപിള്ള അല്ലെ, അംശി നാരായണപിള്ള. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബാലഗംഗാധര തിലകന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ സിമ്പിൾ ആണ്. ബാലഗംഗാധര തിലകന്റെ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അവിടെ ഉത്തരം വരേണ്ടതാണ്. ഏതാണ്? ഓപ്ഷൻ സി ആണ്, കേസരിയും മറാത്തയുമാണ് അല്ലെ, കേസരിയും മറാത്തയുമാണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ലാഹോർ കോൺഗ്രസുമായി ബന്ധമില്ലാത്തത് ഏത്? എന്താണ്? ലാഹോർ കോൺഗ്രസുമായിട്ട് ബന്ധമില്ലാത്തത് കണ്ടെത്താനാണ് നമ്മളോട് പറയുന്നത്. 57 ഉത്തരം വരുന്ന ഏതാണ്? നമുക്കറിയാം ഈ പറയുന്നവയില് ഒന്ന് ശരിയാണ് കേട്ടോ. കാരണം ജവഹർലാൽ നെഹ്റു കോൺഗ്രസിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു, ശരിയാണ്. നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചത് ലാഹോറിലാണോ? അല്ല അല്ലെ, അപ്പോ 2 തെറ്റാണ്. അടുത്ത, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഒരു നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിക്കുന്നു, ശരിയാണ്. 1930 ജനുവരി 26 സ്വതന്ത്ര ദിനമായിട്ട് പ്രഖ്യാപിക്കാൻ തീരുമാനിക്കുന്നു, ശരിയാണ്. അപ്പോൾ 2 തെറ്റെന്ന് വരുന്ന ഓപ്ഷൻ ഡി ഈസ് ദി കറക്റ്റ് ആൻസർ കേട്ടോ. അപ്പോൾ ബന്ധമില്ലാത്തത് 2 മാത്രമാണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയുടെ വർഷങ്ങളുടെയും സംഭവങ്ങളും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കി ശരിയായ രീതിയിൽ ക്രമീകരിച്ചിട്ടുള്ള ഉത്തരം ഏത് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. 58ാമത്തെ ചോദ്യമാണ്. ഏത് രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും? ഒന്ന് നോക്കിയാലോ. ഒന്നാമത്തത്, ക്യാബിനറ്റ് മിഷന്റെ ഉത്തരം, അല്ലെങ്കിൽ ക്യാബിനറ്റ് മിഷൻ നടന്ന വർഷം ഏതാണ്? ക്യാബിനറ്റ് മിഷൻ 1946 ആണ് അല്ലെ. 46 ക്യാബിനറ്റ് മിഷൻ വരുന്നു. ലീഗിന്റെ പാകിസ്ഥാൻ ഡിമാൻഡ് എപ്പോഴായിരുന്നു? ലീഗിന്റെ പാകിസ്ഥാൻ ഡിമാൻഡ് 1940 ലീഗിന്റെ പാകിസ്ഥാൻ ഡിമാൻഡ് നടക്കുന്നത്. നമ്മുടെ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം നടക്കുന്ന എപ്പോഴായിരുന്നു? ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം, ക്വിറ്റ് ഇന്ത്യ 1942 ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. മൗണ്ട് ബാറ്റൻ പ്ലാൻ ആണെങ്കിൽ നമുക്കറിയാം ഏറ്റവും അവസാനം അല്ലെ, 47 ബന്ധപ്പെടുത്തിയിട്ടാണ് മൗണ്ട് ബാറ്റൻ പ്ലാൻ വരുന്നത്. അപ്പൊ ഈ ഒരു രീതിയിൽ മാർക്ക് ചെയ്യുമ്പോൾ ഓപ്ഷൻ എ ആണ് ഇതിന്റെ ഉത്തരമായിട്ട് വരേണ്ടത്. അടുത്ത ചോദ്യം, തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കി പൂരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നാനാ സാഹിബ് കാൻപൂർ. അപ്പൊ ഷാമാൽ ആണെങ്കിൽ ഈ സ്ഥലത്താണ് ഷാമാൽ വരുന്നത്. നമുക്കറിയാം ബറൌട്ട് ആണ് അല്ലെ, ബറൌട്ടിലാണ് ഷാമാൽ വരുന്നത്. എവിടെയാണ്? ബറൌട്ടിലെ കലാപത്തിന് നേതൃത്വം കൊടുത്ത ആരാണ്? ഷാമാലാണ്. ഷാമാൽ. ഓക്കെ. അടുത്ത ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആരാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആര് എന്നാണ് നമ്മുടെ 60ാമത്തെ ചോദ്യം. ആരാണ് INCയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ്? ആരാണ്? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം, ആനി ബസന്റ് ആണ് അല്ലെ. അടുത്ത, ഭൂമി എന്നർത്ഥം വരുന്ന പദം ഏതാണ്? ഭൂമി എന്നർത്ഥം വരുന്ന പദം ഏതാണ്? ഓപ്ഷൻ സി ആണ്, മഞ്ഞാണ് ഭൂമി എന്നർത്ഥം വരുന്നത്, മഞ്ഞ്. പിരിച്ചെഴുതുക. ഇവൾ സ്ഥിരമായി കേൾക്കുന്ന ചോദ്യമാണ്. ഇവൾ പിരിച്ചെഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇവൾ, ഇ പ്ലസ് അൾ ആണ് ഇവൾ. സ്വാർത്ഥൻ എന്ന് പറയുന്ന പദത്തിന്റെ പുല്ലിംഗ പ്രത്യയം എന്താണ്? സ്വാർത്ഥൻ, അതിന്റെ പുല്ലിംഗ പ്രത്യയം എന്താണെന്നാണ് 63ാമത്തെ ചോദ്യം. എന്താണ്? അന്നാണ് കേട്ടോ. സ്വാർത്ഥൻ എന്ന് പറയുമ്പോൾ അത് തന്നെ എഴുതരുത്, തെറ്റാണ്, അന്നാണ് വരേണ്ടത്. ഓക്കെ. അടുത്ത ചോദ്യം 64, ഗൃഹത്തെ സംബന്ധിച്ചത് ഒറ്റ പദം എഴുതുക. സിമ്പിൾ ആണ്. ഗൃഹത്തെ സംബന്ധിച്ചാണെങ്കിൽ എന്താണ്? 64 ഓപ്ഷൻ ഡി ആണ് അല്ലെ. നമുക്കറിയാം ഗാർഹികം, ഗാർഹികം. അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം ഏത് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഇതിന് ജോലിക്കാരാണ് അലിംഗം. ഈ പറയുന്ന പെൺകുട്ടികൾ സ്ത്രീലിംഗമാണ്. അതുപോലെ തന്നെ നിങ്ങൾ, ഗായകന്മാർ, ഇതൊക്കെ വരുമ്പോഴത്തേക്കും അലിംഗ ബഹുവചനം വരുമ്പോഴത്തേക്കും ഏതാണ്? 65 ഉത്തരം വരിക ഓപ്ഷൻ സി ആണ്, ജോലിക്കാർ ആണ് വരേണ്ടത്. ഓക്കെ. അടുത്ത ചോദ്യം, ശതകം ചൊല്ലുക എന്ന് പറയുന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ശതകം ചൊല്ലുക എന്താണ്? ശതകം ചൊല്ലുക എന്ന് പറയുന്ന ശൈലിയുടെ അർത്ഥം എന്താ വരിക? ഓപ്ഷൻ ബി ആണ്, വിഷമിപ്പിക്കുകയാണ് കേട്ടോ. വിഷമിപ്പിക്കുകയാണ്. ശതകം ചൊല്ലുക എന്ന് പറഞ്ഞാൽ എന്താണ്? വിഷമിപ്പിക്കുക. സഫലം, അതിന്റെ വിപരീതം എന്താണ്? സഫലം, സഫലം വിഫലമാണ് കേട്ടോ. സഫലം, വിഫലം. ഓക്കെ. അടുത്ത ചോദ്യം, ശരിയായ പദം. ഇതിനകത്ത് 4 വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്നവയിൽ ശരിയായ പദം ഏതാണ്? 68 ഏതാണ് വരിക? പ്രക്ഷുബ്ധം എന്നിങ്ങനെയാണ് എഴുതേണ്ടത് കേട്ടോ. പ്രക്ഷുബ്ധം. ഓക്കെ. ആമോദം എന്ന് പറയുന്നതിന്റെ സമാന പദം എന്താണ്? ആമോദം എന്താണ്? സിമ്പിൾ ആണ്, സന്തോഷമാണ്. ചേർത്ത് എഴുതുക. കരഞ്ഞു അധികം ഇല്ല. ചേർത്ത് എഴുതുമ്പോൾ എങ്ങനെ എഴുതാൻ കഴിയും? കരഞ്ഞില്ലയാണ് അല്ലെ, കരഞ്ഞില്ല. ഇതും സിമ്പിൾ ആണ്. അടുത്ത ചോദ്യം 71ാമത്തെ ചോദ്യമാണ്. ഡംഭം പര്യായ പദം എഴുതുക. ഡംഭം എന്ന് പറയുന്ന വാക്കിന്റെ പര്യായ പദം എന്താ? കിട്ടിയോ? അഹങ്കാരമാണ്, അഹങ്കാരം. ഉചിതമായ ഘടകപദം ഉപയോഗിച്ച് വാക്യത്തെ ചേർത്ത് എഴുതുക. അച്ഛൻ ഒരുപാട് വഴക്ക് പറഞ്ഞു, കുട്ടി നിർത്താതെ കരഞ്ഞു. എന്താണ് അവിടെ വരേണ്ട വാക്യം? കണക്റ്റിംഗ് വാക്യം എന്താണ്? നമുക്കറിയാം അച്ഛൻ ഒരുപാട് വഴക്ക് പറഞ്ഞു, അപ്പോൾ കുട്ടി കരയാതെ അല്ലെങ്കിൽ കുട്ടി നിർത്താതെ കരഞ്ഞു അല്ലെ. അച്ഛൻ ഒരുപാട് വഴക്ക് പറഞ്ഞു, അപ്പോൾ കുട്ടി നിർത്താതെ കരഞ്ഞു. ചിന്മയം, അതിനെ പിരിച്ചെഴുതുമ്പോൾ എന്താ വരിക? ഇത് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. ചിന്മയം, ചിത്ത് അധികം മയമാണ് ചിന്മയം. ഓക്കെ.
അടുത്ത കൃശം വിപരീത പദം എഴുതുക. കൃശം എന്താണ്? കിട്ടിയോ? 74 ഓപ്ഷൻ ബി ആണ് അല്ലെ. എന്താണ്? മേതുരം. സാക്ഷി സ്ത്രീലിംഗം എഴുതുക. സാക്ഷി സ്ത്രീലിംഗം എഴുതുക. സാക്ഷിയുടെ സ്ത്രീലിംഗം എന്താണ്? സാക്ഷിണി എന്നാണ് കേട്ടോ. സാക്ഷി, സാക്ഷിണി. ഓക്കെ. അടുത്ത ചോദ്യം, ദുഃഖം സമാന പദം കണ്ടെത്തി എഴുതുക. ദുഃഖത്തിന്റെ സമാന പദം ഏതാണ്? ഇണ്ടലാണ്. ഇണ്ടൽ, ഇണ്ടൽ കൊണ്ടു എന്നൊക്കെ പറഞ്ഞ് എഴുതില്ലേ. അടുത്ത ശരിയായ പദം എഴുതുക. 4 വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ശരിയായ പദം ഏതാണ്? ഓപ്ഷൻ സി ആണ്. നികൃഷ്ടമാണ് ഇതിൽ ശരിയായ പദം വരിക. അടുത്ത ചോദ്യം, പിന്നിൽ നിന്ന് കുത്തുക എന്താണ്? ഇംഗ്ലീഷിൽ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് ബാക്ക് സ്റ്റാബിങ് അല്ലെ. ബാക്ക് സ്റ്റാബ്. അപ്പൊ ഓപ്ഷൻ 78 ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ്, സി അല്ല. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ബാക്ക് സ്റ്റാബിങ്. ബാക്ക് സ്റ്റാബിങ്. ഓക്കെ. നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന ഒരു ടേം ആണ് എന്ത്? ഈ പറയുന്ന ബാക്ക് സ്റ്റാബ് ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ സംഭവം എന്താണ്? പിന്നിൽ നിന്ന് കുത്തുക അല്ലെങ്കിൽ ചതിക്കുക, അതാണ് സംഭവം. അടുത്ത ശരിയായ വാക്യം എഴുതുക. 4 സ്റ്റേറ്റ്മെന്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ശരിയായ വാക്യം ഏതെന്നാണ്? 79 ഓപ്ഷൻ ഡി ആണ് ഇതിൽ ശരിയായിട്ട് വരുന്നത് കേട്ടോ. വിടർന്നു നിന്ന പൂക്കൾ വെയിലേറ്റ് കരിഞ്ഞു എന്ന് പറയുന്നതാണ് ഇതിലെ ശരിയായിട്ടുള്ള വാക്യം. ഓക്കെ. അടുത്ത ചോദ്യം, എന്നും പകിട 12 എന്ന് പറയുന്ന പഴഞ്ചൊല്ലിന്റെ അർത്ഥം എന്താണ്? നല്ലൊരു ടേമാണ്. എന്നും പകിട 12 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താ? എന്നും വിജയം എന്നാണ്. ഈ പകിട 12 എന്ന് പറഞ്ഞാൽ 12 ആ ഒരു ഇതിനകത്ത് വരുന്ന വിജയം, ജയിക്കുന്ന ആ ഒരു ഇതിനെയാണ് പകിട 12 എന്നൊക്കെ പറയുന്നത്. അപ്പൊ അത് എന്നും വിജയം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അത് കാണിക്കുന്നത്. ഓക്കെ. അടുത്തിന് നോക്കാനുള്ളത് ഇംഗ്ലീഷ് ആണ്. നമുക്ക് നോക്കാം 81ാമത്തെ ചോദ്യം. ഹി ഡാഷ് എ മൂവി എവറി സൺഡേ എന്താണ് വരേണ്ടത്? 81 ഓപ്ഷൻ എ ആണ് അല്ലെ. ഹി വാച്ചസ് ആണ്. ഹി ആണ് വരുന്നത്. സോ വാച്ചസ് ആണ് വരേണ്ടത്. എ ലാർജ് ഗ്രൂപ്പ് ഓഫ് ഇൻസെക്ട് മൂവിംഗ് ഇൻ എ മാസ് ഈസ് കോൾഡ് ഡാഷ്. 82 എന്താണ്? ഓപ്ഷൻ സി ആണ്. സ്വാൻ ആണ് കേട്ടോ. സ്വാം. ഓക്കെ. അപ്പൊ എ ലാർജ് ഗ്രൂപ്പ് ഓഫ് ഇൻസെക്ട്, ഒരു എന്താണ് ഇൻസെക്ട്സ് എല്ലാം വലിയൊരു ഗ്രൂപ്പിൽ മൂവ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് സ്വാം എന്ന് പറയുന്നത് കേട്ടോ. 82 ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. അടുത്ത, ഫൈൻഡ് ഔട്ട് ദ സ്യൂട്ടബിൾ ആർട്ടിക്കിൾ ദേ ടോക്ഡ് ഫോർ ഡാഷ് ആൻഡ് ഡാഷ് അവർ എബൌട്ട് എ വണ്ടർഫുൾ പെർഫോമൻസ്. എന്താ വരേണ്ടത്? 83 ബി ആണ് അല്ലെ. ആൻ അവർ ആണ് കേട്ടോ. ആൻഡ് ഇത് ഹവർ എന്ന് എഴുതുമെങ്കിലും അവർ എന്നാണ് വായിക്കുന്നത്. ഓക്കെ. സോ അവിടെ എന്താണ് വരേണ്ട? ആർട്ടിക്കിൾ ആൻ ആണ് വരേണ്ടത്. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് എ സിനോണിം ഓഫ് ദ വേർഡ് ഡിസ്മൽ. അപ്പൊ ഡിസ്മൽ എന്ന് പറയുന്ന വാക്കിന്റെ സെയിം മീനിങ് വരുന്ന വാക്ക് ഏത്? സിനോണിം ഏത് എന്നാണ് ചോദിക്കുന്നത്. ഗ്ലൂമി എന്നാണ് കേട്ടോ. ഗ്ലൂമി. ഓക്കെ. അടുത്ത ചോദ്യം, ക്യാൻ യു സ്റ്റാർട്ട് ദ പ്രോജക്ട് ടുമാറോ? ദ മാനേജർ ആസ്ക്ഡ് us ചൂസ് ദ റിപ്പോർട്ടഡ് ഫോം. അപ്പൊ ഇതിൽ കറക്റ്റ് റിപ്പോർട്ടഡ് ഫോം ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 85 ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. എന്താണ്? ദ മാനേജർ ആസ്ക്ഡ് us whether we could start the project next day എന്നാണ് കേട്ടോ. അടുത്ത, ചൂസ് ദ അപ്രോപ്രിയേറ്റ് ഫ്രേസൽ വെർബ് ആണ്. വി ഹാവ് ഡാഷ് ഓഫ് മിൽക്ക്. എന്താ സംഭവം? തീർന്നു എന്ന് പറയുന്ന ഒരു അർത്ഥമാണ് ഇതിനകത്ത് വരേണ്ടത്. അപ്പൊ ഇതിനകത്ത് റൺ ഔട്ട് എന്നാണ് വരേണ്ടത് കേട്ടോ. റൺ ഔട്ട് എന്നാണ്. തീരുക, തീരുക, empty ആവുക, തീരുക. ഓക്കെ. അടുത്ത ചോദ്യം, സെലക്ട് ദ അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ്. ക്വസ്റ്റ്യൻ ടാഗ് ഹി സെൽഡം ആൻസേഴ്സ് എനി ക്വസ്റ്റ്യൻ. എന്താണ് വരേണ്ടത്? 87 ഓപ്ഷൻ എ ആണ്. ഡസ് ഷീ എന്നാണ് അല്ലെ. ഡസ് ഹി എന്നാണ് അല്ലെ. ഡസ് ഹി ആണ്. കാര്യം എന്താണ്? ഈ സെൽഡം എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് വാക്കാണ്. സോ ഇറ്റ് ഹാവ് എ പോസിറ്റീവ് ടാഗ്. ഇവിടെ ഒരു പോസിറ്റീവ് ടാഗ് വരണം. അപ്പൊ ഇവിടെ വരുന്ന വാക്ക് എന്താണ്? ഇതൊരു ഡു ഫോം ആണ് അല്ലെ. ഒരു നമുക്കറിയാം ഡു ഫോം ആണ്. സോ ഇവിടെ എന്താണ് വരേണ്ടത്? ഡസ് ആണ് വരേണ്ടത്. ഡസ് വരുന്നു. പിന്നെ കൂടാതെ നമ്മൾ ഇവിടുത്തെ ഓക്സിലറി വെർബ് ഹി ആണ്. സോ ഡസ് ഹി. സിമ്പിൾ ആണ്. അടുത്ത ചോദ്യം എന്താണ്? വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് ആൻ ആന്റണിം ഓഫ് ദ വേർഡ് അപ്രോപ്രിയേറ്റ്. അപ്രോപ്രിയേറ്റ് എന്ന് പറയുന്ന വാക്കിന്റെ ആന്റണിം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് ചോദിക്കുന്നത്. 88 ഓപ്ഷൻ സി ഇൻഅപ്രോപ്രിയേറ്റ് ആണ്. ഇൻഅപ്രോപ്രിയേറ്റ്, അപ്രോപ്രിയേറ്റ്, ഇൻഅപ്രോപ്രിയേറ്റ്. വാക്കിംഗ് ഈസ് എ ഗുഡ് എക്സസൈസ് ഇൻ ദ സെന്റൻസ്. വാക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? 89 വാക്കിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു നൗൺ ആണ്. എന്താണ്? ഒരു നൗൺ ആയിട്ടാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യം, ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ടു കംപ്ലീറ്റ് ദ സെന്റൻസ്. ഇഫ് ഐ ഹാഡ് റിഹേഴ്സ്ഡ് വെൽ ഡാഷ്. ഇത് ഇഫ് ക്ലോസ് വെച്ചിട്ട് എഴുതേണ്ട ഒരു ഉത്തരമാണ്. 90ന്റെ ഉത്തരം വരുന്ന ഓപ്ഷൻ ബി ആണ് കേട്ടോ. അപ്പോ ഇഫ് വി ഹാഡ് റിഹേഴ്സ്ഡ് വെൽ വി വുഡ് ഹാവ് വോൺ ദ കോമ്പറ്റീഷൻ അല്ലെ. വി വുഡ് ഹാവ് വോൺ ദ കോമ്പറ്റീഷൻ. അതാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഓക്കെ. അപ്പൊ 90 ഓപ്ഷൻ ബി ആണ് അതിന്റെ ശരി ഉത്തരം. അടുത്ത ചോദ്യം നമുക്ക് 91 നോക്കാം. 91 എന്താണ്? എ പേഴ്സൺ ഹൂ ഡസ് ക്ലെവർ ട്രിക്സ് വിച്ച് അപ്പിയർ മാജിക്കൽ ഈസ് നോൺ ആസ് ഡാഷ്. 91 എന്താണ്? ഓപ്ഷൻ സി ആണ്. കോൺജറർ ആണ് കേട്ടോ. കോൺജറർ. ഓക്കെ. കോൺജറിങ് ഒക്കെ അറിഞ്ഞൂടെ. അടുത്ത ചോദ്യം, വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് എൻ ഇറഗുലർ വെർബ്. ഇതിലൊരു ഇറഗുലർ വെർബ് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ഡി റൺ ആണ് ഇതിലൊരു ഇറഗുലർ വെർബ് ആയിട്ട് വരുന്നത്. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് യൂസിംഗ് ദ റൈറ്റ് പ്രിപ്പോസിഷൻ. the river there is a river dash my house. എന്താണ് വരേണ്ടത്? പ്രിപ്പോസിഷൻ എന്താണ് വരേണ്ടത്? 93 there is a river beside my house എന്നാണ്. beside my house ആണ് വരേണ്ടത്.
എ പാർട്ടി വാസ് അറ്റൻഡഡ് ബൈ ദ ഓഗസ്റ്റ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഇവിടെ ഓഗസ്റ്റ് എന്ന വാക്ക് ശ്രദ്ധിക്കുക, ഓഗസ്റ്റ് ഗ്രൂപ്പ് ഓഫ് ദ പീപ്പിൾ. ഇൻ ദ സെന്റൻസ് ഓഗസ്റ്റ് അഡ്ജക്റ്റീവ്. അപ്പൊ ഈ സെന്റൻസിൽ ഈ പറയുന്ന ഓഗസ്റ്റ് എന്ന് പറയുന്ന ഒരു അഡ്ജക്റ്റീവ് എന്റെ അർത്ഥം എന്താണെന്നാണ് ചോദിക്കുന്നത്. 94 ശ്രദ്ധിച്ച് വെച്ചേക്കുക, ഇംപ്രസീവ് എന്നാണ് കേട്ടോ. അപ്പൊ ദ പാർട്ടി വാസ് അറ്റൻഡഡ് ബൈ ദ ഓഗസ്റ്റ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് അറ്റൻഡഡ് ബൈ ആൻ ഇംപ്രസീവ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്നാണ് അതിന്റെ അർത്ഥമായിട്ട് വരേണ്ടത്. ഓക്കെ, നോ സൂണർ ഹാഡ് ഷീ ലെഫ്റ്റ് ദ ഹൗസ് ഡാഷ് ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്. അവിടെ എന്താ വരേണ്ടത്? 95 ഓപ്ഷൻ സി ആണ് കേട്ടോ. അപ്പോ നോ സൂണർ ഹാഡ് ഷീ ലെഫ്റ്റ് ദ ഹൗസ് then it started raining അല്ലെ, then it started raining. അപ്പോ ഇതിലെ ഓപ്ഷൻ സി 95 ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരേണ്ടത്. അടുത്ത ചോദ്യം, which among the following is a correctly spelled word? ബിസിനസിന്റെ കറക്റ്റ് ആയിട്ടുള്ള വാക്ക് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബിസിനസിന്റെ സ്പെല്ലിംഗ് എന്താണ്? BUSINESS ആണ് അല്ലെ, അന്ന് പഠിച്ചു വെച്ചേക്കുക. BUSINESS ആണ് എന്ത് ബിസിനസിന്റെ സ്പെല്ലിംഗ് ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം 97, ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ്. ദേ ആർ ഫോളോയിങ് എസ്. അതിനെന്ത് ചെയ്യുക? പാസീവ് വോയിസിലോട്ട് മാറ്റാനാണ് പറയുന്നത്. 97 മാറ്റുമ്പോൾ എന്ത് കിട്ടും? വി ആർ ബീങ് ഫോളോഡ് ബൈ ദം ആണ് കേട്ടോ. ദേ ആർ ഫോളോയിങ് എസ്, വി ആർ ബീങ് ഫോളോഡ് ബൈ ദം. വി ഹാവ് ആൻ ഹെർക്കൂലിയൻ ടാസ്ക്. ഹെർക്കൂലിയൻ ടാസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ടഫ് ടാസ്ക് അല്ലെ, ബുദ്ധിമുട്ടായിട്ടുള്ള ഭഗീരഥ പ്രയത്നം എന്നൊക്കെ നമ്മൾ പറയുന്നതാണ്. അടുത്ത, നോ അതർ ഗേൾ ഇൻ ദ ക്ലാസ് ഈസ് സ്റ്റുഡിയസ് ആസ് നിത. ആൻഡ് വിച്ച് സെന്റൻസ് among the following conveys that? അപ്പോൾ ഇതിലൊരു സെന്റൻസ് പറയുന്നത് എന്താണ്? നോ അതർ ഗേൾസ് ഇൻ ക്ലാസ് ഈസ് ആസ് സ്റ്റുഡിയസ് ആസ് നിത. അതിന്റെ അർത്ഥം എന്താണെന്നാണ് ചോദ്യം. ഈ ഒരു സെന്റൻസ് മീൻ ചെയ്യുന്നത് എന്തെന്നാണ് 99ാമത്തെ ചോദ്യം. എന്താണ്? ഓപ്ഷൻ ബി ആണ്. എന്താണ്? നിത ഈസ് ദ മോസ്റ്റ് സ്റ്റുഡിയസ് ഗേൾ ഇൻ ദ ക്ലാസ്. അതാണ് അതിന്റെ ഉത്തരമായിട്ട് വരേണ്ടത്. ഓക്കെ, അടുത്ത ചോദ്യം, നമ്മുടെ 100ാമത്തെ ചോദ്യം ഇതാണ്. ദ ട്രെയിൻ വിൽ അറൈവ് അറ്റ് 4 PM. ഹിയർ PM എന്ന് പറഞ്ഞാൽ എന്താണ്? PMന്റെ അർത്ഥം എന്താണെന്ന് ചോദ്യം. എന്താണ്? പോസ്റ്റ് മെരീഡിയം എന്നാണ് PM-ന്റെ അർത്ഥം. എന്താണ്? പോസ്റ്റ് മെരീഡിയം. അപ്പൊ നമ്മൾ ബാക്കി 40 ചോദ്യങ്ങൾ നമ്മൾ അങ്ങ് വിഴുങ്ങുന്നു. കാരണം തമിഴാണ്, എനിക്ക് വായിക്കാൻ അറിയത്തില്ല, നിങ്ങൾക്ക് വായിക്കാൻ അറിയാമെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. അപ്പൊ അത് പോട്ടെ. അപ്പൊ ബാക്കി പറയുന്ന നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത 60 ചോദ്യത്തിൽ നിങ്ങൾക്ക് ആണെങ്കിൽ അത് എത്ര മാർക്ക് കിട്ടും എന്നുള്ള കാര്യം ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് ഇട്ടേക്കുക. അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ എത്തിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള LD ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇനി വരുന്ന 10th പ്രിലിംസ് ഒക്കെ എന്ത് ചെയ്യുക? നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. ഡിസംബറിൽ എക്സാം ഒക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും പുതിയൊരു വീഡിയോ ക്ലാസ്സൊക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.